കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു കേട്ടോ. നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ. ഗുരുവായൂരപ്പൻ്റെ ഏത് രൂപമാണ് ഇന്നിപ്പോൾ കളഭാലങ്കാരത്തിൽ ഇരിക്കുന്നതെന്ന് അറിയില്ല. എന്താണ്, അമ്പാടിയിലെയാണോ അതോ മറ്റേതെങ്കിലും ആണോ, ദേവീദേവന്മാരുടെ ആണോ ഒന്നും അറിയില്ല. നമുക്ക് പോയി നോക്കാം. ഇപ്പോൾ ആണെങ്കിലോ ഇപ്പോൾ ഏകാശിയൊക്കെ അല്ലേ, ഏകാശിയൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏകാശി വിളക്കുകൾ തുടങ്ങി. ഇപ്പം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ദേവസ്വത്തിൻ്റെ ഡയറി പ്രകാശനം ചെയ്തു. അപ്പോൾ നമുക്കിനി ഭക്തർക്ക് ഒക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. ഒന്ന് രണ്ട് ഭക്തർ ചോദിച്ചിരുന്നു എപ്പോഴാണ് ഡയറി കിട്ടുക എന്നൊക്കെ. അപ്പോൾ ഡയറി ഇന്നലെ പ്രകാശനം ചെയ്തു. ഇനി നമുക്കിന്ന് മുതലൊക്കെ വാങ്ങാൻ കിട്ടും. ലൈബ്രറിയിൽ ഉണ്ടാവും, അതായത് കിഴക്ക് വശത്തുള്ള നടയിലുള്ള പുസ്തക ഷാളിൽ കിട്ടും. പുസ്തക സ്റ്റാളിൽ പോയാൽ അത് വാങ്ങാൻ കിട്ടും. എല്ലാ വിശേഷങ്ങളും അതിലുണ്ടാവും. അപ്പോൾ അതൊക്കെ വാങ്ങുന്നത് നല്ലതാണ്. 200 രൂപയാണ് വില. അപ്പോൾ എന്തായാലും അതാണ്. നമുക്ക് എന്തായാലും തൊഴാനായിട്ട് പോവാം. അങ്ങനെ വന്ന് നമ്മൾ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ വന്ന് മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണമൊക്കെ ചെയ്യുമ്പോൾ മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിക്കുക. അതിനുശേഷം നമ്മളങ്ങനെ വന്ന് അത്തിമര ഗണപതി ക്ഷേത്രത്തിലെത്തി ആ ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കുക. വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു കാഴ്ചയാണ്. ഇന്നൊക്കെ നന്നായിട്ട് അലങ്കാരമൊക്കെ ഉണ്ട് കേട്ടോ ഗണേശന്. അപ്പോൾ ഗണേശനെ കണ്ട് പ്രാർത്ഥിച്ച് അവിടുന്ന് നമ്മളിങ്ങനെ പോരുമ്പോൾ ആ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരിക. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കൊടിമരം കാണാം, അതേപോലെ വലിയ ബലിക്കല്ല് കാണാം. പിന്നീട് മുകളിലേക്ക് നോക്കിയാൽ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ സ്വർണം കെട്ടിച്ചത് കാണാം. അതിന് നടുക്കായിട്ട് മഹാലക്ഷ്മി ദേവീനെയും കണ്ട് അങ്ങനെ നമ്മൾ ഭഗവാന്റെ ആ ശ്രീകോവിലേക്ക് നോക്കാനായിട്ട് ഇങ്ങനെ വരുമ്പോൾ വാതിൽപ്പടി അങ്ങോട്ട് കയറുക. വാതിൽപ്പടി അങ്ങോട്ട് കയറുമ്പോൾ ഇടതേ സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ ആ വിളക്കും പീഠമൊക്കെ കാണാം. അതൊന്ന് നോക്കിയിട്ട് അദ്ദേഹത്തെ ഒന്ന് സ്മരിക്കുക. അതേപോലെ വലതേ സൈഡിലുള്ള നരസിംഹാവതാരം കാണിച്ചു കൊടുത്തു എന്ന് പറയുന്ന തൂണും നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ എന്ത് മനോഹരമായ കാഴ്ചയാണെന്നറിയോ. ഒന്നാമത് ഏകാശി വിളക്കും ഒക്കെ ആയിട്ടല്ലേ, നല്ല രസമായിട്ടുള്ള സമയമാണ് ഇപ്പോഴേ. ഉത്സവം തന്നെയല്ലേ ഇപ്പോൾ. ഉത്സവത്തിൻ്റെ മറ്റൊരു ഉത്സവമാണ് ഏകാശി എന്ന് പറഞ്ഞാൽ തന്നെ ആയി. പിന്നെ ഒരു മാസത്തെ വിളക്കും എല്ലാം കൂടി ആകുമ്പോഴേ കണ്ണനെന്നും സന്തോഷമാണ്. അപ്പോൾ ആ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാനുള്ളത്. ശ്രീലകത്തെ ആ വിളക്കുകളൊക്കെ നിറദീപത്തിലാണ്. അപ്പം അങ്ങനെ ആ കളഭത്തിൻ്റെ ഒരു കാഴ്ചയും പൊന്നിൻ്റെ കാഴ്ചയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ വളരെ മനോഹരം. അങ്ങനെ നമ്മൾ നോക്കി കാണുമ്പോൾ ആ ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽത്തളകൾ അണിഞ്ഞിട്ടുള്ള സുന്ദരമായ കാൽപാദങ്ങൾ ഇങ്ങനെ കാണുന്നു. മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. അതേപോലെ അരമണി കിങ്ങിണിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് കഴുത്തിലൊരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, അതേപോലെ ഒരു മാങ്ങാമാല. അങ്ങനെ 3 മാലകളുണ്ട്. കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്. വലത്തെ കയ്യിൽ വലിയൊരു വെണ്ണൂറിൽ കേട്ടോ, നല്ല വലിപ്പമുണ്ട്. നല്ല വലിപ്പത്തിൽ ആ കൈ കുഞ്ഞി കയ്യിൽ ഒതുങ്ങണില്ല, അത്രയ്ക്കും ഉണ്ട്. അതേപോലെ ഇടത്തെ കയ്യിൽ പൊന്നോടക്കുഴലും ഉണ്ട്. അപ്പോൾ വെറുതെ അല്ല സന്തോഷം എന്ന്, അത്രയും സന്തോഷത്തിലാണ്. അത് ശരിക്കും മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ ചിരിക്കുകയാണ്. പൊട്ടി പൊട്ടി ചിരിക്കണ മാതിരി ആ ഭാവമാണ്. എന്ത് രസമാണെന്നറിയോ, വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. യശോദാമ്മ കൊടുത്തപ്പോഴുള്ള വയറൊക്കെ കുഞ്ഞുണ്ടൊക്കെ നിറഞ്ഞിട്ടിങ്ങനെ വെണ്ണൂറില പിന്നെയും കൊടുത്തപ്പോൾ അതിൻ്റെ സന്തോഷമാവാം. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇന്നത്തെ ഇവിടുന്ന് കിട്ടിയ ഗുരുവായൂരപ്പൻ്റെ ഊട്ടും ഇതൊക്കെ ആവും, അവിടുത്തെ നേദ്യങ്ങളുടെയും അതേമാതിരി വിളക്കെഴുന്നള്ളിപ്പും. ഇപ്പോൾ ഏതായാലും ഏറ്റവും കൂടുതൽ എന്താ പറയുക, വിഗ്രഹങ്ങൾക്കൊക്കെ ശക്തി കൂടുന്ന തലത്തിലുള്ള പൂജകളൊക്കെ നടക്കല്ലേ, സുഹൃത ഹോമം ഒക്കെ നടക്കുക. അപ്പം ഇന്നലെ അങ്ങനെയല്ലായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൻ്റെയൊക്കെ സന്തോഷത്തിലാവും. പൊട്ടി പൊട്ടി ചിരിക്കുകയാണ്. നമ്മളെങ്ങനെ കാണുമ്പോൾ എന്ത് രസമാണ്. ചെറിയൊരു ഉണ്ണി ഇങ്ങനെ പൊട്ടി പൊട്ടി ചിരിക്കുമ്പോൾ എങ്ങനെ ആ ഒരു കാഴ്ചയെ കാണാനുള്ളത്. പൊന്നിൻ്റെ കിരീടം വെച്ചിട്ടുണ്ട്, ആ ഗോപീതിലകം വെച്ചിട്ടുണ്ട്. പൊന്നിൻ്റെ കിരീടത്തിൻ്റെ മുകളിൽ തിരുമുടിമാലകൾ 2 ഉണ്ട്. അതെങ്ങനെയാ വെച്ചാൽ വെളുത്ത പൂവും തെച്ചിയായിട്ടുള്ളത് ഇങ്ങനെ ഇടകലർന്നിട്ടുണ്ട്. പിന്നെ ഒന്ന് വെളുത്ത പൂവ് മാത്രമായിട്ടും. അങ്ങനെ 2 തിരുമുടിമാലകളുണ്ട്.
അതേപോലെ ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഇങ്ങനെ എന്താ വെച്ചാൽ നല്ലൊരു രസകരമായ കാഴ്ചയാണ്, കൗതുകകരമായ കാഴ്ച. ആ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയാലേ നമ്മളോട് നോക്കി ചിരിക്കുകയാണ്. ആ മനസ്സിലിങ്ങനെ കണ്ടാൽ മതി, ആ ഉണ്ണി ഇങ്ങനെ ചിരിക്കണ പോലെ. എന്താ രസം എന്നറിയോ, ആ പൊട്ടി പൊട്ടി ഇങ്ങനെ ചിരിക്കുക, ആ വെണ്ണ കയ്യിലുള്ളതും ആ ഓടക്കുഴലും കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ചിരിക്കുന്ന ആ ഒരു മുഖം. അപ്പോൾ അതിങ്ങനെ കാണുക. അങ്ങനെ അതേപോലെ വലിയൊരു ഉണ്ടമാല, അതെന്താ വെച്ചാൽ ഒറ്റ മാലയല്ലോ, അത് വെളുത്ത പൂവും തുളസിയും തെച്ചിയായിട്ട് ഇങ്ങനെ സമമായിട്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്, നല്ല തെക്കായിട്ട് കട്ടിയായിട്ട്. പിന്നെ മുകളിൽ വിധാനമായിട്ട് കണ്ണൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആ തുളസി മാലകൾ 4-5 ഉണ്ട്. അതാണ് കാഴ്ച കേട്ടോ. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് നമ്മൾ സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്ന് ഇങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുക. എല്ലാവരുടെയും മനസ്സ് എൻ്റെ ഈ ശബ്ദത്തിനൊപ്പം സഞ്ചരിക്കുക. ആ മനസ്സ് അവിടെ എത്തിയ, ശരീരം എവിടെ ആയാലും കുഴപ്പമില്ല, മനസ്സ് അവിടെ എത്തിയിട്ട് ഭഗവാന്റെ തൃപ്പാദത്തിൽ ഇങ്ങനെ നമസ്കരിക്കുന്നതായിട്ട് ചിന്തിക്കുക. അപ്പോൾ ആ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ അവിടുന്ന് തൊഴുത് ഇറങ്ങി നേരെ അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കിയിട്ടൊന്ന് തൊഴാം. പിന്നെ തിടപ്പള്ളി നോക്കി തൊഴുത്, അതേപോലെ ആലിലക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത്, സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മൾ ഗണേശൻ്റെ അടുത്തേക്ക് വരികയാണ്. ഗണേശൻ്റെ അടുത്തൊന്നും തിരക്കൊന്നുമില്ല കേട്ടോ. അവിടെ വന്ന് തൊഴുമ്പോൾ എന്താ നമുക്ക് കാണാനുള്ളത് വെച്ചാൽ നിറയെ പൂക്കളുണ്ട്, കിരീടം വെച്ചിട്ടുണ്ട്, കൊമ്പ് തുമ്പി കൈയൊക്കെ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്, കളവും ആയിട്ട് കുമ്പയൊക്കെ നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല സ്വർണത്തിൻ്റെ മാലയും ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഗണേശനെ പ്രാർത്ഥിച്ചോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറിയിക്കുക. പുതിയ ഫോട്ടോ കാണാം, അവിടെ ആ കടാവിളക്ക് കത്തി നിൽക്കുന്നുണ്ട്. സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വന്ന് നേരെ ആ കോർണറിലെത്തിയാൽ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. എന്നാൽ അവിടെ എന്താ വെച്ചാൽ ഇടയ്ക്ക് ഓരോ മാലകൾ, തുളസി മാലകൾ ചാർത്തിയിട്ടുണ്ട്, ഗണേശനും ചാർത്തിയിട്ടുണ്ട്, മത്സ്യത്തിനും ചാർത്തിയിട്ടുണ്ട്. പിന്നെ നോക്കുമ്പോൾ മേൽശാന്തിയുടെ അടുത്തുനിന്ന് അർച്ചന പ്രസാദം വാങ്ങാം. പിന്നെ വാമനാവതാരവും അതേപോലെ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കാണാം. പിന്നെ അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ട് തൊഴാം. അവിടെ ധാരാളം പൂക്കളുണ്ട്, മാലകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആ ഗരുഡാരൂഢനായിരിക്കുന്ന വിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത് നേരെ നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് ഇങ്ങനെ നരസിംഹ സ്വാമിയെ കാണാം. ഉഗ്രരൂപിയായിട്ടുള്ള അരിക്തങ്ങനെ കണ്ടാൽ തന്നെ എന്ത് രസമാണെന്നറിയോ. അതൊക്കെ കണ്ട് അതേപോലെ ആ ഒരു മ്യൂറൽ പെയിൻറ്റിങ്ങിൽ ഉള്ളത് ആ ഭീഷ്മ പിതാമഹൻ്റെ ആ ഒരു ശരശയ്യ കിടക്കുന്നതും ലക്ഷ്മി ദേവിയും വിഷ്ണുവൊക്കെ അവിടെ അങ്ങനെ അടുത്ത് നിൽക്കുന്നതും അതൊക്കെയാണ് കാണാനുള്ളത്. അതൊക്കെ കണ്ട് നമ്മൾ വീണ്ടും ഇങ്ങനെ വരുമ്പോൾ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും ഒക്കെ കണ്ട് തൊഴാം. അങ്ങനെ കൃഷ്ണൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവിടെയുണ്ട് നല്ല തുളസിമാലകൾ. പിന്നെ മുരുകനെ കണ്ട് തൊഴാം. പിന്നീട് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ 2 മാലകളുണ്ട്, അതേപോലെ ഒരു ലിഖിതമാല ചെറുതുമുണ്ട്, പിന്നെ കുറച്ച് കുങ്കുമുണ്ട്. അപ്പോൾ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക കേട്ടോ. എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ച് രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വീണ്ടും ഓവിൻ്റെ അവിടെ വരാം. ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതേപോലെ താമരക്കണ്ണനെ, കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെയും കണ്ട് തൊഴുത് നമ്മൾ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. പിന്നെ ഗ്രില്ലിനപ്പുറത്തുള്ള മണിക്കിണറും അതേപോലെ നൃത്താറയൊക്കെ കണ്ട് തൊഴുത് കുറൂരമ്മേനെയും നാരദരെയും അതേപോലെ മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വരാം.
അങ്ങനെ പുറത്തേക്ക് വന്ന് നമ്മൾ പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അതിന് ശേഷം ഇടത്തരികത്ത് കാവിൽ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ ഭഗവതിയെ കാണാനായിട്ട് വരുമ്പോൾ തിരക്കൊന്നുമില്ല കേട്ടോ, വലിയ തിരക്കൊന്നുമില്ല, സുഖമായിട്ട് ദർശിക്കാം. അങ്ങനെ നമ്മളവിടെ പോയി നോക്കുമ്പോൾ നിറയെ മാലകൾ തന്നെയാണ് കാണാനുള്ളത്, നിറയെ പൂക്കൾ, താമരപ്പൂവുണ്ട്, അതേപോലെ ചുവന്ന പൂക്കളുണ്ട്, നന്നായിട്ട് കാണാനുണ്ട്. അതേമാതിരി ഗോളക തന്നെയാണ്. പിന്നെ അതിന് മുകളിൽ പച്ച കല്ല് വെച്ച നെക്ലസ് ഉണ്ട്, ചുവന്ന കല്ല് വെച്ച നെക്ലസ്സും ഉണ്ട്. അങ്ങനെ അതാണ് കാണാനുള്ളത്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് നമ്മൾ ആ കോർണറിലെത്തിയാൽ ഒന്ന് തിരിഞ്ഞ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കുക, മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ മമ്മിയൂരപ്പനെ കാണാം. മമ്മിയൂരെ സോപാനം കാവലുകാരെ വിളിച്ചിട്ടുണ്ട്. 3 ഒഴിവാളുകൾ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ അവിടെ തൊഴുതതിന് ശേഷം നമ്മൾ നേരെ ശ്രീകോവിലിൻ്റെ ആ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഒന്നുകൂടി നമുക്ക് ആ വെണ്ണക്കണ്ണനെ എത്ര കണ്ടാലും മതിയാവില്ല, അങ്ങനത്തെ രൂപമല്ലേ. ആ ചിരിച്ച് ഇങ്ങനെ ഇരിക്കണ ആ ഉണ്ണി എങ്ങനെ കാണാം, എന്താ രസം. അപ്പോൾ ആ ഒരു കാഴ്ച അങ്ങനെ നമുക്ക് വീണ്ടും കണ്ട് നമസ്കരിക്കാം. പിന്നീട് നമ്മൾ കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്നിട്ടും പ്രാർത്ഥിക്കാം. പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരുമ്പോൾ അവിടെ ഇങ്ങനെ നോക്കിയാൽ കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്, മുഖവും ഉടലൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്, പാവുണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. അതേമാതിരി വലിയ മാലകളുണ്ട്, നിറയെ സ്വർണത്തിൻ്റെയൊക്കെ മാലകളുണ്ട്, കിരീടം സ്വർണ്ണമാണ്, അതൊക്കെ കാണാം. അപ്പോൾ അയ്യപ്പസ്വാമി പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ പോന്ന് പടിഞ്ഞാറ നടയിലെത്തുമ്പോൾ ദീപസ്തംഭത്തിലെ വേണുഗോപാലിനെയും അതേപോലെ കൊടിമരത്തിലെ ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്തേക്ക് വരാം. അങ്ങനെ വന്ന് ആ രുദ്രതീർത്ഥ കുളത്തെ പ്രദക്ഷിണം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ശ്രമിക്കുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞ് പൂന്താനം പൂജിച്ചിരുന്ന വിഗ്രഹമുള്ള നാരായണാലയത്തിലൊന്ന് പോയിട്ട് അതൊന്ന് കണ്ട് തൊഴാം. അതിനുശേഷം ഭഗവതിയുടെ അവിടേക്ക് ഇങ്ങനെ വരാം. വന്ന് അതേപോലെ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും ഒരിക്കൽ കൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴാം. അങ്ങനെ അത് കഴിഞ്ഞ് തെക്കേ നടയിലുള്ള കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോരാം. അങ്ങനെ പ്രദക്ഷിണം ചെയ്ത് മഹാദേവൻ്റെയും പാർവതി ദേവിയുടെയൊക്കെ അനുഗ്രഹം വാങ്ങാം. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.